ഒരു കുട്ടിയുടെ മാതാവും കരിമ്പ് പാടങ്ങളിൽ പണിയെടുക്കുന്നവളുമാണ്. വടക്കൻ ഫിലിപ്പീൻസിലെ വിശാല ദ്വീപായ മധ്യ ലുസനിലെ കരിമ്പ് കൃഷിയിടങ്ങളിൽ ദിവസവേതനത്തിലാണ് ഞാൻ അധ്വാനിക്കുന്നത്. എന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പുലർത്താനാവുന്നില്ല. ശാസ്ത്രത്തിന്റെ കാര്യങ്ങളിൽ സുരക്ഷിതമാണ്. ഇത് തെറ്റായ കാരണങ്ങൾ വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്വാർത്ഥ ജീവിതം ഭൂമിയെ പരിരക്ഷിക്കുന്നതിൽ നിന്നും ഞങ്ങളുടെ മനസ്സുകളെ പുറകോട്ട് വലിക്കുന്നു. ഈ കുറവുകൾ തിരുമുൻപാകെ സമാധാനത്തിലേക്ക് നയിക്കപ്പെടും. മലകളും കുന്നുകളും പൊട്ടിയാർക്കും ദേശത്തിലെ സഹവൃക്ഷങ്ങളും കൈകൊണ്ടും. യേശയ്യ 51:1-12. യേശു പറഞ്ഞു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ശിഷ്യന്മാരോട് ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കൂലിക്കാരെ ഒരു ദിവസത്തിന്റെ പല സമയങ്ങളിൽ ക്ഷണിച്ചുകൊണ്ടുവരുന്ന ഉടയവനോട് സാവശ്യപ്പെടുത്തുന്നുവെന്ന് മാത്രമല്ല. First, let me give you a brief description about World Day Prayer. The World Day of Prayer is a worldwide movement, Christian movement of many traditions who gather in local communities for a common day of ecumenical prayer on the first Friday of March. Each year, a different country serves as a rider. This year, we selected Philippines. However, since we did not get a chance to do it on that special day, we are observing that day as today. There are 6 principles that I want to share with you today. Before we go into that, let's take a moment to bow our heads and do a prayer. First one is the Christian woman. We recognize Christian women as committed to express their faith and to speak about their lives in prayer and worship before God and in community. They turn to their faith in Jesus Christ and to the Bible as a common basis from which to shape their prayer and worship. ഇന്ന് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിലെ സ്ത്രീജനങ്ങൾ ഞങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസവും പ്രാർത്ഥന താല്പര്യവും കാണിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും വളരെ താല്പര്യമാണ്. സാറ തന്റെ ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചപ്പോൾ ദൈവം തന്നെ നിന്നെ അകറ്റി വാഗ്ദത്ത സന്തതിയെ നൽകി അവൾക്ക് സന്തോഷിക്കുവാനുള്ള വഴി നൽകി. ഹന്ന കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവളെ മാനിച്ചു. ലോത്തിന്റെ ഭാര്യ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കാത്തതുകൊണ്ട് ഉപ്പുതൂണായി മാറി. താൻ ജീവിതത്തിൽ അത് പരാജയപ്പെട്ടു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. Hebrews chapter 11:1 says, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ശ്രമിക്കണം. We should consider all people as our brothers and sisters. The 6th principle is moving into responsible action. In World Day of Prayer, every woman is invited to be engaged and to bring in her talents. All the time, skills, services that are contributed. Trust that is built becomes the basis of ongoing action. The World Day Prayer motto is the prayerful action. We need the depth of prayer and meditation so we can freely risk ourselves in love and action.
ചുമതലകളിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ സമയം തക്കത്തിന് നമ്മൾ ഉപയോഗിക്കണം. Colossians chapter 4 verses 5 says, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ന്യായത്തോടെ പെരുമാറുവിൻ. നമ്മുടെ താലന്തുകൾ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. താലന്തുള്ളവർ നശിപ്പിച്ച് കളയരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും പ്രാർത്ഥനയോടെ ആയിരിക്കണം. നാം ദൈവമക്കളാകയാൽ നാം ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. ദയയുള്ളവരായിരിക്കണം, ക്ഷമിക്കുന്നവരായിരിക്കണം, യൂണിറ്റി ഉള്ളവരായിരിക്കണം, സഹനം ഉള്ളവരായിരിക്കണം, വിശ്വസ്തതയുള്ളവരായിരിക്കണം, ഉള്ളവരായിരിക്കണം. ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ പ്രതിഫലിപ്പിക്കണം. അത് നാം നമ്മുടെ തലമുറയ്ക്കും സമൂഹത്തിനും പകർന്നു നൽകണം. The last principle is moving into responsible action. World Day of Prayer has grown from small seeds into a global ecumenical movement, a tree that grows every year. The trust that we have is in God, who gives the seeds the strength to grow and the tree to bear the fruit. God empowers us on our journey as we walk step by step with one another.